അപ്പോഴേ നമ്മുടെ BRP കാർഡൊക്കെ തീരാറായില്ലേ? UC ഒക്കെ ആക്കിയത് കാരണം ഇപ്പൊ നാട്ടിൽ പോയിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പം അത് വെച്ച് വരാൻ പറ്റുമോ? എടി നാട്ടിൽ പോയിട്ട് ഞാനും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നേ. നമ്മുടെ BRP കാർഡ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് നമുക്ക് സ്കൂൾ അത് വെച്ചിട്ട് വരാം, ഈ വിസ വെച്ച് വരാമെന്ന് ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ വായിച്ചു നോക്കിയായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് നമ്മളുടെ പാസ്പോർട്ട് നമ്പർ കൊടുത്താൽ മതി, അല്ല പാസ്പോർട്ട് കൊടുത്താൽ മതി, നമുക്ക് ഈ വിസ ആയിട്ട് നമുക്ക് കയറി വരാൻ വേറെ ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പുതിയ അപ്ഡേഷൻ വന്നു, അതായത് കഴിഞ്ഞ ദിവസത്തെ വെബ്സൈറ്റ് ഡൗൺ ആയിരുന്നു, അതിൻ്റെ അപ്ഡേഷൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമ്മളുടെ ട്രാവൽ ഡോക്യുമെൻ്റ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാവൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഈ വിസയ്ക്കകത്ത് നമ്മൾ വിസ അപ്ലൈ ചെയ്തപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഈ വിസ ചെയ്തപ്പം BRP കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്, അതായത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മുടെ പാസ്പോർട്ടും കൂടെ ആഡ് ചെയ്യണം. പാസ്പോർട്ട് ആഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഓരോ ഡീറ്റെയിലും നമ്മളുടെ ഇപ്പം നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ എല്ലാവരും ഒന്നും വീട് വാങ്ങിച്ചവരായിരിക്കത്തില്ല. ഇപ്പം നമ്മൾ വാടക മാറുമ്പോഴും ഒക്കെ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ആ കൂട്ടത്തിലൊക്കെ ചേഞ്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ തന്നെ പാസ്പോർട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പാസ്പോർട്ടിൻ്റെ കാര്യമാണ്. പാസ്പോർട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ കാണിച്ചു തരാം, ഇനി നോക്കിക്കോ. നമ്മൾ സിമ്പിളായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അതിന് മുമ്പ് പറയുന്നു, നമ്മൾ പാസ്പോർട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ BRP കാർഡ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നോർമലി നമ്മൾ BRP കാർഡ് നമ്പർ വെച്ചിട്ടല്ലേ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ പാസ്പോർട്ട് ആഡ് ചെയ്തതിന് ശേഷം പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ആദ്യം തന്നെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പറ്റി, ഞാൻ ചേഞ്ച് ചെയ്തു, BRP കാർഡ് നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി വീഡിയോകളൊക്കെ കണ്ട് ആരും പറയുന്നില്ല BRP കാർഡ് നമ്പർ വെച്ചിട്ട് മാറും എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പുതിയ ഡോക്യുമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ, അതായത് പാസ്പോർട്ട് നമ്പർ, അതാകുമ്പോൾ നമുക്ക് ഈസിയാണ്, നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്കൂ. ഗൂഗിളിൽ ലിങ്ക് യുവർ പാസ്പോർട്ട് ടു ഈ വിസ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഓപ്ഷനിൽ ഓൺലൈൻ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാം. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ പോകേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി താഴോട്ട് ഇങ്ങനെ പോകുന്നു കഴിയുമ്പോഴത്തേക്ക് ഹൗ വിൽ യൂസ് മൈ UKVI അക്കൗണ്ട് എന്നുള്ളതിനകത്ത് അപ്ഡേറ്റ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ കാണാം. അതിൻ്റെ അകത്ത് ഏറ്റവും അവസാനം വീണ്ടും നമ്മൾ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് സൈൻ ഇൻ ടു യുവർ UKVI അക്കൗണ്ട് എന്നുണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ ഇൻ ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും സൈൻ ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് വരും. നമ്മൾ അതിൻ്റെ അകത്ത് സൈൻ ഇൻ കൊടുക്കുക. നമ്മൾ ഇപ്പം BRP കാർഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ BRP കാർഡിൻ്റെ നമ്പർ അല്ലെ BRP കാർഡിൽ നിന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് BRP കാർഡ് നമ്പർ കൊടുക്കുക. നിലവിൽ ഇപ്പോൾ നമ്മളുടെ BRP കാർഡ് നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്, ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം നമ്മളുടെ കോഡ് OTP, നമ്മൾ ഏത് നമ്പറാണെങ്കിൽ നമ്പർ, അല്ലെങ്കിൽ മെയിലാണെങ്കിൽ മെയിൽ ID നമ്മളുടെ OTP വരിക. അത് ആ സെക്യൂരിറ്റി കോഡ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽ, നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവും. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണിക്കും, നമ്മുടെ ഫോട്ടോ അടക്കം. നമ്മൾ ഓൾറെഡി UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരുന്ന എല്ലാ ഡീറ്റെയിലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ താഴോട്ട് പോരുമ്പോഴത്തേക്ക് അവിടെ BRP കാർഡിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കും. ഞാൻ നമ്പർ മായ്ച്ചതാണ് പേഴ്സണൽ റീസൺ കൊണ്ട്. ഈ ഡീറ്റെയിൽ എല്ലാം കൊടുത്തതിൻ്റെ ഏറ്റവും അവസാനം നമ്മളുടെ BRP കാർഡിൻ്റെ ഡീറ്റെയിൽ കാണും. അതിന് തൊട്ട് മുകളിലായിട്ട് ആഡ് എ ന്യൂ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവർ ചോദിക്കും എന്തെങ്കിലും ഡീറ്റെയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പം അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്തിട്ടില്ല, നമ്മൾ മിക്കവാറും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം നോ മൈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഹാവ് നോട്ട് ചേഞ്ച് എന്ന് കൊടുക്കുക. അതിനുശേഷം വരുന്നതിനകത്ത് നമ്മൾ പാസ്പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്, കാരണം നമ്മൾ പാസ്പോർട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയും. നമ്മൾ സ്കാൻ ഡോക്യുമെൻ്റ് റിക്വയർഡ് ആണ്, ചെക്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ നോക്കണം, അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഫോട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിരിക്കണം, നമ്മൾ ചെരിച്ച് പിടിച്ച് മാത്രം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൻ്റെ അത് ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് 3 ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് വരും. ഫോട്ടോ ലൈബ്രറിയിൽ നമുക്ക് ഫോട്ടോ വേണേൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്യാൻ ചൂസ് ഫയൽ എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും. ഞാനിവിടെ ഫോട്ടോ ആണ് എടുത്തത്, ഡയറക്റ്റ് എടുക്കുമായിരുന്നു പാസ്പോർട്ടിൽ. അപ്പം ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഫോട്ടോ നമുക്ക് ഇവിടുത്തെ കാണിക്കാൻ നല്ല ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ഫോട്ടോ കാണിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ആ ഫോട്ടോയിലുള്ള, അതായത്
എടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ അത് സേവ് ആകും. എക്സ്പയറി ഡേറ്റും ഡോക്യുമെൻറ്റ് നമ്പറും എല്ലാം സേവ് ആകും. ഞാനിത് മായ്ച്ച് കളഞ്ഞാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ആകും. അത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ആ ഫോട്ടോ ഡോക്യുമെൻറ്റും കാണും. നമുക്ക് ചേഞ്ച് ചേഞ്ച് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അന്നേരത്തേക്ക് യുവർ ഡോക്യുമെൻറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞു വരും. ഇത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മെയിൽ വരും, നമ്മുടെ റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ചിലപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ചേഞ്ചസ് ഒന്നുമില്ല, അന്നേരം തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് മെയിൽ വരും, നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ മെയിലിൽ തന്നെ. അപ്പോൾ നമുക്ക് അവിടെ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മുമ്പേ BRP കാർഡാണ്, ഇപ്പോൾ പുതിയ ഡോക്യുമെൻ്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി BRP കാർഡ് നമ്പർ ഓർത്തിരിക്കേണ്ട കാര്യമില്ല, അപ്പോൾ പാസ്പോർട്ട് നമ്പർ ഓർത്താൽ മതി. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഡീറ്റെയിൽ എല്ലാം അതിൻ്റെ അകത്ത് കാണിക്കും. അതിൻ്റെ ഏറ്റവും താഴോട്ട് പോയി കഴിയുമ്പോൾ നേരത്തെ നമ്മൾ BRP കാർഡാണ് കാണിച്ചിരുന്നത്, ഇപ്പം BRP കാർഡിൻ്റെ കൂട്ടത്തിൽ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിലും കൂടെ കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം അത് ഓൾറെഡി ആഡായെന്ന്. നമുക്കല്ലാതെ തന്നെ മനസ്സിലാക്കാം, ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം പിന്നെ ഇപ്പം നിലവിലെ ഇതനുസരിച്ചിട്ട് ഇതിങ്ങനെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഫർദർ എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ചെയ്തു എന്ന് കരുതുന്നു.